അസംബ്ലറിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സിനകത്ത് രണ്ട് പേരാണ് പഠിക്കാനുള്ളത്. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആൻഡ് അഡ്രസ്സിംഗ് മോഡ്സ്. അസംബ്ലർ ഡിപ്പെൻഡൻറ്റ് ഫീച്ചേഴ്സിനകത്ത് ഒരാൾ ഇദ്ദേഹമാണ്. സെക്കൻഡ് വൺ പ്രോഗ്രാം റീലൊക്കേഷൻ. പ്രോഗ്രാം റീലൊക്കേഷൻ എന്താണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരിക്കും. ഈ വീഡിയോയ്ക്കകത്ത് ത്രൂ ഔട്ട് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സും അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ചുമാണ്. പിന്നെ കുറച്ച് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, രജിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. SIC/XCയുടെ ആർക്കിടെക്ചറിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ സപ്പോർട്ട് ചെയ്ത രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? SIC/XCനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്ന് കിട്ടും. ആ വീഡിയോയ്ക്കകത്ത് SIC/XCക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. NIXBPE. ഈ 6 ഫ്ലാഗ് ഓർമ്മയുണ്ടോ? ആറാമത്തെ ആൾ മാറ്റി വയ്ക്കാം. ഈ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 5 പേര് NIXBP. ഈ 5 പേര് 5 അഡ്രസ്സിംഗ് മോഡ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. N ഇൻഡയറക്റ്റ്, I ഇമ്മീഡിയറ്റ്, X ഇൻഡെക്സ്ഡ്, B ബേസ് റിലേറ്റീവ്, P പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ്. ബേസ് റിലേറ്റീവും പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവും രണ്ടുപേരും റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ഇൻഡയറക്റ്റ്, ഇമ്മീഡിയറ്റ്, ഇൻഡെക്സ്ഡ്, റിലേറ്റീവ്, ഈ 4 അഡ്രസ്സിംഗ് മോഡ്സ് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 4 അഡ്രസ്സിംഗ് മോഡ്സിനും ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത് ഓരോ ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് ഇതിനകത്ത് നോക്കാം. ഫസ്റ്റ് തന്നേക്കുന്നത് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ഓർ ബേസ് റിലേറ്റീവ്. റിലേറ്റീവ് മോഡ് അങ്ങനെ പഠിച്ചാൽ മതി. റിലേറ്റീവ് മോഡ് ആണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയം ഫസ്റ്റ് ഓപ്പ് കോഡ് എഴുതാം, സ്പേസ് ഇട്ടിട്ട് മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യണം. അതിനൊരു എക്സ്ട്രാ ക്യാരക്ടർ ഒന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എഴുതുന്ന സമയത്ത് ഓപ്പ് കോഡ് എഴുതി കഴിഞ്ഞിട്ട് @ സിമ്പിൾ കൊടുക്കണം. @ സിമ്പിൾ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ കേസിൽ അങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് വരുന്ന സമയത്ത്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് നമുക്കറിയാം, ഇൻസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് തന്നെ ആ വാല്യൂ സ്പെസിഫൈ ചെയ്യും. ആ കോൺസ്റ്റൻ്റ് വാല്യൂ എന്താണോ ആ കോൺസ്റ്റൻറ്റിന് തൊട്ട് മുന്നേ ഹാഷ് സിമ്പിൾ കൊടുക്കണം. ഇവിടെ @ കൊടുത്തിരുന്നു, ഇവിടെ അതിന് പകരം ഹാഷ് സിമ്പിൾ കൊടുക്കുക. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇൻഡയറക്റ്റ്ലി ഓപ്പറാൻഡായിട്ട് വരുന്ന മെമ്മറി ലൊക്കേഷനാണ്. ഇമ്മീഡിയറ്റ് ആകുമ്പോഴേക്കും ആ കോൺസ്റ്റൻ്റ് വാല്യൂ ആയിരിക്കും ഓപ്പറാൻഡായിട്ട് തന്നെ വരുന്നത്. ഓപ്പ് കോഡ് സ്പേസ് ഹാഷ് സിമ്പിൾ ദെൻ ആ കോൺസ്റ്റൻ്റ് വാല്യൂ. ഹാഷ് സിമ്പിളിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് വാല്യൂ കൂടെ മെൻഷൻ ചെയ്യണം. എക്സ്റ്റെൻഡഡ് ഫോർമാറ്റിൽ എഴുതുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഓപ്പ് കോഡിൻ്റെ പ്രിഫിക്സ് ആയിട്ട് പ്ലസ് സിമ്പിൾ ഡിനോട്ട് ചെയ്യണം. അത് എക്സ്റ്റെൻഡഡ് ഫോർമാറ്റ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്ലസ് എന്ന സിമ്പിൾ ഇവിടെ ഓപ്പ് കോഡിന് മുൻപേ, ഇവിടെയൊക്കെ ഓപ്പറാൻസിൻ്റെ കേസസിലാണ് പറയുന്നത്, ഇവിടെ മാത്രം ഓപ്പ് കോഡിന് മുന്നേ പ്ലസ് എന്ന സിമ്പിൾ കൂടെ ആഡ് ചെയ്യണം. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ടില്ല. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് നമുക്കറിയാം, ഒരു ഇൻഡെക്സ് വാല്യൂ കൊടുത്ത് ആഡ് ചെയ്യേണ്ടത്. ആ വാല്യൂ കൂടെ ആഡ് ചെയ്യുന്ന സമയത്താണ് എഫക്റ്റീവ് അഡ്രസ്സ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓരോ അഡ്രസ്സിംഗ് മോഡ്സിന് ഓരോ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇത് കൂടാതെ വേറെ 2 കാര്യം കൂടെ അഡീഷണൽ വന്നിട്ടുണ്ട്. രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ്. അത് SIC/XCക്കകത്ത് 4 ഫോർമാറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇൻസ്ട്രക്ഷനകത്ത് 4 ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് 1, ഫോർമാറ്റ് 2, ഫോർമാറ്റ് 3 ആൻഡ് ഫോർമാറ്റ് 4. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എവിടെ എഴുതാൻ സാധിക്കും? SIC/XCക്കകത്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതിനകത്ത് രണ്ടാമത്തെ ഫോർമാറ്റ്, അതായത് ഫോർമാറ്റ് 1നകത്ത് ഓപ്പ് കോഡ് മാത്രം എഴുതുന്ന ഒരു ടൈപ്പാണ്. ഫോർമാറ്റ് 2 വരുന്ന സമയത്ത് 2 ബൈറ്റ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബൈറ്റ് ഓപ്പ് കോഡിന് വേണ്ടിയിട്ടും സെക്കൻഡ് ബൈറ്റിൽ 4 ബിറ്റ്സ് വീതം 2 ഓപ്പറാൻസിന് വേണ്ടിയിട്ടും. ഞാൻ ഓൾറെഡി SIC/XCൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. കമ്പയർ COMPR A,S, A അക്യൂമുലേറ്റർ, S ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റർ. രണ്ടുപേരും രജിസ്റ്റേഴ്സ് ആണ്. ഈ 2 രജിസ്റ്റേഴ്സിനകത്തുള്ള വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് കമ്പയർ A,S. ആ ഇൻസ്ട്രക്ഷനകത്ത് 2 രജിസ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് എവിടെ സാധിക്കും? ഇവിടെ നമുക്ക് സാധിക്കും. ഓക്കെ, SIC/XCയുടെ അല്ലെങ്കിൽ SIC/XCയുടെ വലിയൊരു ബെനിഫിറ്റാണ് ഈ രജിസ്റ്റർ ടു രജിസ്റ്റർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക എന്നത്.
ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ മെമ്മറിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് രജിസ്റ്റർ വെച്ചിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് ഇത് കുറച്ചുകൂടെ ബെറ്ററാണ്. ഓക്കെ, ആ ഒരു പോയിന്റാണ് ഇവിടെ തന്നേക്കുന്നത്. രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസ് SIC/XCക്കകത്ത് സപ്പോർട്ട് ചെയ്യും. ഇൻസ്ട്രക്ഷൻസ് എഴുതുന്ന സമയത്ത് ഈ അഡ്രസ് മോഡ്സ് ഒക്കെ എഴുതാം, കൂടാതെ രജിസ്റ്റർ ടു രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസും എഴുതാം. ലാസ്റ്റ് തന്നേക്കുന്നത് ലാർജർ മെമ്മറി ഉണ്ട്. ആർക്കാ? SIC/XCക്ക് നല്ലൊരു മെമ്മറി സ്പേസ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ലൊക്കേഷൻസിൽ ഡിഫറെൻറ്റ് സ്പേസസ് ഡിഫറെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാനും അതിലൂടെ മൾട്ടി പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. മൾട്ടി പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതും സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂടുന്നതിന് ഒരു കാരണമാകും. അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് എവിടെയുണ്ട്? SIC/XCക്കകത്തുണ്ട്. പ്രോഗ്രാം അലോക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അഡ്രസ് ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ രജിസ്റ്റർ ട്രാൻസ്ലേഷനും. ഇൻസ്ട്രക്ഷനകത്ത് രജിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ രജിസ്റ്റേഴ്സിനെ എങ്ങനെയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അതുപോലെ മെമ്മറി ലൊക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് കൊടുത്ത് എങ്ങനെയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഇൻസ്ട്രക്ഷനകത്ത് രജിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. രജിസ്റ്റേഴ്സ് നമുക്കറിയാം, ഓരോ രജിസ്റ്ററിൻ്റെ നെയിമുണ്ട്. ആ നെയിമിന് ഇക്വലൻ്റ് ആയിട്ട് ഓരോ വാല്യൂസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി SIC/XC പഠിച്ച സമയത്ത് അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ രജിസ്റ്റേഴ്സിനും അക്യൂമുലേറ്റർ, ഇൻഡെക്സ് രജിസ്റ്റർ, ലിങ്കേജ് രജിസ്റ്റർ, ബേസ് രജിസ്റ്റർ, ST 2 ജനറൽ പർപ്പസ് രജിസ്റ്റർ, ഫ്ലോട്ടിംഗ് പോയിന്റ് അക്യൂമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ ആൻഡ് സ്റ്റാറ്റസ് വേർഡ്. ഈ 8 രജിസ്റ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ഉണ്ട്. 0, 1, 2, 3, 4, 5, 6, 7 ഇല്ല, 8 ആൻഡ് 9. ഈ വാല്യൂസ് ആണ് ട്രാൻസ്ലേഷൻ ടൈമിൽ കൊടുക്കുന്നത്. ഈ വാല്യൂസ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ വാല്യൂസ് എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിം ടാബിനകത്ത് ഈ നെയിംസും അവരുടെ വാല്യൂസും പ്രീ ലോഡഡ് ആയിരിക്കും. അതിലൂടെ ഇൻസ്ട്രക്ഷനകത്ത് രജിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ ട്രാൻസ്ലേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ്റെ കേസിൽ. അഡ്രസ് ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, രജിസ്റ്റർ ടു മെമ്മറി ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എയ്തർ പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ഓർ ബേസ് അഡ്രസ് റിലേറ്റീവ് ആയിരിക്കും ഇൻസ്ട്രക്ഷൻ മോഡ്സ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ മോഡിൽ ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പേർക്കും നമുക്കറിയാം റിലേറ്റീവ് മോഡാണ് രണ്ടുപേരും. ഈ രണ്ടുപേരും സാധാരണ ചെയ്യുന്നത് ടാർഗറ്റ് അഡ്രസ്സ് കിട്ടാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണോ ആ ഡിസ്പ്ലേസ്മെൻറ്റ് അതിനകത്ത് ആഡ് ചെയ്യും. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ടാർഗറ്റ് അഡ്രസ്സ് ഫൈൻഡ് ചെയ്യാം. ഇത് അസംബ്ലർ തന്നെ കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഫോർമാറ്റ് 3ക്കകത്ത് 12 ബിറ്റാണ് അഡ്രസ് ഫീൽഡ്. ഫസ്റ്റ് 6 ബിറ്റ് ഓപ്പ് കോഡ്, ദെൻ റിമൈനിങ് 6 ബിറ്റ് ഫ്ലാഗ് വാല്യൂസ്, ദെൻ റിമൈനിങ് 12 ബിറ്റ്സ് അഡ്രസ് ഫീൽഡാണ്. ഈ 12 ബിറ്റ് അഡ്രസ് ഫീൽഡിനകത്ത് നോർമലി ഡിസ്പ്ലേസ്മെൻറ്റ് ഫിറ്റായി നിൽക്കും. ബേസ് റിലേറ്റീവ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 0 to 4095 ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ വരുന്നത്. നേരെ മറിച്ച് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ആണെങ്കിൽ -2048 മുതൽ +2047 വരെയുള്ള വാല്യൂസ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരാം. ഓക്കെ, സപ്പോസ് ഡിസ്പ്ലേസ്മെൻറ്റ് വലുതാണെങ്കിൽ ഈ 12 ബിറ്റിനകത്ത് ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് അഡ്രസ്സിംഗ് മോഡ്സ് അവിടെ യൂസ് ചെയ്യത്തില്ല. അതായത് ഫോർമാറ്റ് 3ൽ അത് നിൽക്കത്തില്ല. ഫോർമാറ്റ് 3ന് മെമ്മറി സൈസ് ക്യാപ്പബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫോർമാറ്റ് 4 ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ 20 ബിറ്റ് അഡ്രസ് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഡ്രസ്സിന് സ്പേസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഡ്രസ് ട്രാൻസ്ലേഷനെ കുറിച്ച് എഴുതുന്ന സമയം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. രജിസ്റ്റർ ട്രാൻസ്ലേഷനകത്ത് രജിസ്റ്ററിൻ്റെ നെയിമും വാല്യൂസും ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർമാറ്റ് 3യും ഫോർമാറ്റ് 4, ഫോർമാറ്റ് 3ക്കകത്ത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഞ്ച്, രണ്ട് അഡ്രസ്സിംഗ് മോഡ്സ്, ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ റിലേറ്റീവ് ആൻഡ് ബേസ് റിലേറ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. മെഷീൻ ഡിപ്പെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സിനകത്ത് ഒരാളാണ് ഇപ്പോൾ നോക്കിയത് അഡ്രസ്സിംഗ് മോഡ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്ന ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സും. മറ്റൊരാൾ പ്രോഗ്രാം റീലൊക്കേഷനാണ്. എന്താണ് പ്രോഗ്രാം റീലൊക്കേഷൻ എന്നും പ്രോഗ്രാം റീലൊക്കേഷനകത്ത് റീലൊക്കേറ്റബിൾ കോഡിനെ കുറിച്ചും മോഡിഫിക്കേഷൻ റെക്കോർഡിനെ കുറിച്ചൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് അജു സൈനിങ് ഓഫ്. ബൈ.